അലൈക്കും കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? നമുക്കിവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ ഖൈറായിട്ട് പോകുന്നുണ്ട്. പിന്നെ മഴയൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട് കേട്ടോ, മഴ ഒന്നുമില്ല ഇപ്പോൾ. നാളെ മഴ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നറിയില്ല, അത് പടച്ചോണ്ടെടുത്തുള്ള കാര്യം. അപ്പോൾ എല്ലാവരും ഒന്ന് കാപ്പാട് കിച്ചണിലേക്ക് വന്നോളി കേട്ടോ. അപ്പം ഞാനിന്ന് ഒരു ബീഫ് കറി തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പം ബീഫ് ഇതാ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് ബേബി ഉരുളക്കിഴങ്ങ്, ചെറിയ ഉരുളക്കിഴങ്ങ് കേട്ടോ, ഇതിങ്ങനെ തന്നെ ഇടുന്നത്, മുറിച്ചിട്ടൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനത് തൊലിയൊക്കെ ഒന്ന് കളയണം കേട്ടോ, ചെറുതായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ടേക്ക് പോകാം കേട്ടോ. അപ്പോൾ നിങ്ങളും വന്നോളി. ഞാൻ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം വഴറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നെയ്യ് വെച്ചിട്ടില്ല കേട്ടോ, എണ്ണ വെച്ചിട്ടില്ലേ. എണ്ണ നമുക്ക് കൂടുതൽ വേണ്ടാതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഒരു സ്പൂണ്, വലിയ സ്പൂണ് മല്ലിപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, ഒരു 1/4 സ്പൂണ് മല്ലിപ്പൊടി, അതേപോലെ ഒരു നുള്ള് കുരുമുളക് പൊടി. ഇതും കൂടെ ഇട്ടിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് കഴുകി വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. അതൊരു 2 വിസലിന് കിടന്ന് വേകുമ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടെ കൊടുക്കാം. ഒരു 3 വിസിൽ വരുന്നവരെ അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് കൊടുക്കാം. തണ്ടാണ് കേട്ടോ, ഒരു മല്ലി ഇലയല്ല, തണ്ട് നല്ല ഫ്രഷായിട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ അത് കളയണ്ടല്ലോ, കറിയിൽ തന്നെ ഇട്ട് വേവട്ടെ. അപ്പം അടച്ചു വെക്കുന്നു കേട്ടോ. 2 വിസിൽ വന്നിട്ട് നമുക്ക് വരാം. നമ്മൾ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ചെറിയ ചെറിയ ഉരുളക്കിഴങ്ങ് അങ്ങനെ തന്നെ ഇട്ടതേ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒരു വിസിലും കൂടെ അടുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീഫ് കറി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ്. ഇപ്പോൾ നമുക്ക് നെയ്ച്ചോറിന് കൂട്ടിയിട്ടൊന്ന് കഴിക്കാം. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോഴിമുട്ട വെച്ച പോലെ ഇല്ല ഈ ഉരുളക്കിഴങ്ങ്, ചെറുത് കുട്ടികളൊക്കെ പറ്റിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്ത് ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാം. അപ്പോൾ തുടങ്ങിക്കോളി മക്കളെ, ഞങ്ങൾ നെയ്ച്ചോറും ബീഫ് കറിയും. അപ്പോൾ അതാ ഒന്ന് ഇങ്ങനെ നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ. കൂടെ ഒരു അച്ചാറും കൂടെ ഉണ്ട് കേട്ടോ, ഈത്തപ്പഴത്തിൻ്റെ അച്ചാറാണ്, അതും കൂടെ ഒന്ന് തോണ്ടിക്കോളി. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് എടുത്തോളി. നിങ്ങളും വന്നോളി കേട്ടോ, നിങ്ങളെയും കൂടെ ക്ഷണിച്ചിട്ടുണ്ട്. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ. ഉരുളക്കിഴങ്ങ് ഇതാ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മളെ കാപ്പാടിന് കേട്ടോ. ബീഫാണെങ്കിൽ നല്ലോണം വെന്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വന്നോളി കഴിക്കാൻ. ഞാൻ കഴിക്കുന്നേ.